DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 14 ചൊവ്വ. ഇന്നും തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വീണ്ടും വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. ഇന്നലെ വിവിധയിടങ്ങളിൽ 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയത്. വൈദ്യുതി ഉപഭോഗത്തിലുണ്ടായ വർധനവും വൈദ്യുതി ലഭ്യതയിലുണ്ടായ കുറവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. മഴ ലഭിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ നിയന്ത്രണം തുടരേണ്ടി വരുമെന്നാണ് വൈദ്യുതി ബോർഡിന്റെ നിലപാട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാനുള്ള ശ്രമം നടക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. പവന് 80 രൂപയാണ് കുറഞ്ഞത്. 1,04,720 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. ഗ്രാമിന് ആനുപാതികമായി 10 രൂപയാണ് ഇടിഞ്ഞത്. 13,090 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില. 10 ദിവസത്തിനിടെ പവന് 3,000 രൂപയാണ് ഇടിഞ്ഞത്. അടുത്തറിയിപ്പ്, വീടുകളിൽ ഉപയോഗിക്കുന്ന LPG സിലിണ്ടറുകളുടെ മുകൾ ഭാഗത്തെ മെറ്റൽ ബെൽറ്റിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് നമ്പറിന് പിന്നിൽ ഉപഭോക്താക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയൊരു രഹസ്യമുണ്ട്. സിലിണ്ടറുകളുടെ നിർബന്ധിത സുരക്ഷാ പരിശോധന എന്ന് നടത്തണമെന്ന് വ്യക്തമാക്കുന്ന ടെസ്റ്റിംഗ് തീയതിയാണ് ഈ കോഡ് സൂചിപ്പിക്കുന്നത്. ഇതിലെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഒരു വർഷത്തിലെ 4 പാദങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. A എന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളെയും, B എന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളെയും, C എന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളെയും, D എന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളെയും സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾക്ക് ശേഷമുള്ള 2 അക്കങ്ങൾ പരിശോധന നടത്തേണ്ട വർഷത്തെയാണ് വ്യക്തമാക്കുന്നത്. ഉദാഹരണത്തിന്, സിലിണ്ടറിൽ A26 എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ആ സിലിണ്ടർ 2026 മാർച്ചിനുള്ളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കണം. പരിശോധനാ കാലാവധി കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ഡെലിവറി സ്വീകരിക്കുന്നതിന് മുൻപ് ഈ കോഡ് കൃത്യമായി പരിശോധിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആശ്രയമില്ലാത്ത വിധവകളെ സംരക്ഷിക്കുന്ന ബന്ധുക്കൾക്ക് പ്രതിമാസം 1,000 രൂപ ധനസഹായം നൽകുന്നതാണ് പദ്ധതി. അപേക്ഷകർക്കും സംരക്ഷിക്കപ്പെടുന്ന വിധവയ്ക്കും കൂടി ആകെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണമെന്നും അവർ മറ്റ് സർക്കാർ പെൻഷനുകളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുന്നവരാകരുതെന്നും കർശന നിബന്ധനയുണ്ട്. അടുത്തറിയിപ്പ്, ഈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കും. ഈ മാസം 21-ാം തീയതി സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ കടമെടുപ്പ് നടക്കുമെന്നാണ് വിവരം. തുടർന്ന് 23, 24 തീയതികളിലായി തുക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തും. ഓണമനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകാൻ വേണ്ടി ഈ മാസത്തെ പെൻഷൻ മുടക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും വ്യാജമാണെന്ന അറിയിപ്പുകളാണ് എത്തുന്നത്. അത്തരം ഔദ്യോഗിക അറിയിപ്പുകളൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിലവിൽ വന്നിട്ടില്ല. അതേസമയം മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പുതിയ നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലാത്തതിനാൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രായമായവർ മസ്റ്ററിംഗ് ആവശ്യങ്ങൾക്കായി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് തിടുക്കപ്പെട്ട് പോകേണ്ടതില്ലെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.